ഫോട്ടോഷോപ്പിലെ റെസെന്റ് ഫയൽസ് തുറക്കുന്നതിന് കീബോർഡിൽ എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഇത് മറ്റ് കീകൾ തുറക്കുന്നതിനും ഇത് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഉദാഹരണമായിട്ട് നമ്മളിവിടെ ഫയലിൽ ക്ലിക്ക് ചെയ്യുന്നു, ഓപ്പൺ റെസെന്റിൽ ക്ലിക്ക് ചെയ്യുന്നു, അതുപോലെ തന്നെ ഇവിടെ ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇത് കീബോർഡ് ഉപയോഗിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കുക, ഫയൽ മെനു എല്ലാ മെനുകളും വളരെ ക്ലിയർ ആയിട്ടുള്ളതാണ് കാണുന്നത്. നിങ്ങൾ കീബോർഡിൽ ആൾട്ട് കീ പ്രസ് ചെയ്യുമ്പോൾ ആ ഓരോ ഐറ്റത്തിന്റെ അടിയിലും ഒരു അക്ഷരത്തിന്റെ അടിയിൽ ഒരു അണ്ടർലൈൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഈ അണ്ടർലൈൻ ലെറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിനെ ആക്ടിവേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് പോകേണ്ടത് ഫയൽ മെനുവിലാണ്. അപ്പോൾ എഫ് ആണ് അതിന്റെ അണ്ടർലൈൻഡ് ലെറ്റർ, അല്ലെങ്കിൽ അതിന്റെ ആക്സിലറേഷൻ കീ എന്നാണ് അതിന് പറയുക. അതിനുശേഷം എഫ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മെനു ഡൗൺ ആയിട്ട് വരും. ഇനി നമുക്ക് പോകേണ്ടത് ഓപ്പൺ റെസെന്റിലേക്കാണ്. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, അതിൽ അണ്ടർലൈൻഡ് ലെറ്റർ ആക്സിലറേഷൻ ലെറ്റർ ടി ആണ്. അതുകൊണ്ട് ടി പ്രസ് ചെയ്യാം. ഇത് കണ്ടോ, ഇപ്പോൾ ഒരു സബ് മെനു വന്നിരിക്കുന്നത്. ഇങ്ങനെ കാണുന്ന ഏരോയ്ക്കാണ് സബ് മെനു എന്ന് പറയുന്നത്. മെനു ആൻഡ് സബ് മെനു. അപ്പോൾ ഈ കാണുന്ന ഏരോ കണ്ടു കഴിഞ്ഞാൽ അതുമായി അനുബന്ധിയായിട്ട് ഒരു സബ് മെനു കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഇതുകൊണ്ട് നമ്മളിങ്ങനെ സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ ഈ കാണുന്നിരിക്കുന്ന ഓരോ ഐറ്റം 10 ഐറ്റം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ 10 ഐറ്റത്തിൽ ഏതെങ്കിലും ഒരു ഐറ്റം നമുക്ക് ആവശ്യമാണെങ്കിൽ ആ ഐറ്റത്തിന്റെ നമ്പർ അമർത്തിയാൽ മതി. ന്യൂമറിക് പാഡിലോ കീപാഡിലോ ആ നമ്പർ അമർത്തുക. ഉദാഹരണമായിട്ട് ഇപ്പോൾ 6 എന്നുള്ളത് അമർത്തി കഴിഞ്ഞാൽ ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ചിത്രം നമുക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ പറ്റും.